ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മുനമ്പം ബീച്ചിലാണ് കേട്ടോ. വണ്ടി വരുന്നത്. അപ്പോൾ ലച്ചുവിൻ്റെ വീട്ടിൽ വന്നതുകൊണ്ട് അപ്പോൾ നാളെ അവൾക്ക് സ്കാനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നതാണ്. അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഒന്ന് മുനമ്പം ബീച്ച് വരെ പോയിട്ട് വന്നത്. ഞാൻ കുറേ നാൾക്ക് മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് വന്നിട്ടുള്ളത്. നീ വന്നിട്ട് ഇപ്പോൾ കുറേ നാളായില്ലേ? കുറേ ആയി. ഇത് അടിപൊളി സ്ഥലമാണ്. ഞാൻ മുമ്പ് വന്നൊരു ഏകദേശം ഒരു ഓർമ്മയുണ്ട്. പക്ഷെ ഇപ്പോൾ മൊത്തത്തിൽ മാറി, സ്ഥലങ്ങളൊക്കെ അടിപൊളിയായി. ഒരു വലിയൊരു വാക്കിംഗ് സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഇത്തരത്തിലിങ്ങനെ കടകൾ സൈഡിലൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ സ്പേസ് ഉണ്ട്. ഒറ്റത്തേക്ക് നടന്നു പോകാം. പിന്നെ അപ്പുറത്തെ സൈഡാണ് കുറേ നടക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിള്ളേർ കളിക്കണം. അവിടെ എന്തായാലും ഞങ്ങൾക്ക് നെപ്റ്റ്യൂൺ മടിഞ്ഞാൽ വന്നതും കാരണം മഴ വരോ ഇല്ലയോ എന്നൊരു ടെൻഷൻ ഉണ്ടായി. പിന്നെ ഇടയ്ക്ക് വെച്ച് മഴ പെയ്ത് ആ സമയത്ത് കയറി നിന്ന്. പിന്നെ എന്തായാലും വരാമെന്ന് കരുതി. കാരണം ഇനി ഇതേപോലെ വരാൻ പറ്റുമെന്നറിയില്ല അടുത്തൊന്നും. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ സമയം ഒത്തു വന്നപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തു വന്ന പ്ലാൻ വന്നപ്പോഴത്തേക്ക് പറഞ്ഞു എങ്കിൽ മുനമ്പം ബീച്ച് പോവാം. ഓക്കെ, ആ ഒരു പ്ലാനിൽ വന്നപ്പോൾ ഇവളും ഓക്കെ, അങ്ങനെ പോകാൻ. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നല്ല രസം കാണുക. ആ സണ്ണിനെ അടിക്കൊണ്ട് വെട്ടം കൊണ്ടൊരു ഇതുണ്ട്. പക്ഷെ നല്ല രസം, നല്ല ആംബിയൻസ്. ഈവനിങ് ടൈമൊക്കെ നമുക്ക് നല്ല രീതിയിൽ വന്നിരുന്ന് നമുക്ക് മൈൻഡ് റിലീഫ് ആക്കാൻ പറ്റിയൊരു സ്പോട്ട്. നന്നായിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില വീക്ക് ഡേയ്സ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. അപ്പുറത്തോട്ട് എങ്ങനെ പോകാൻ പറ്റും? അവിടെയും ബീച്ചുണ്ട്, ആ സൈഡ് അല്ലേ. ഇപ്പോൾ ദൂരോട്ട് തോന്നണമെന്നുള്ളൂ. പക്ഷേ ഏകദേശം അടുത്തൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അത് കുറേ ഫിഷിംഗ് നെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ അങ്ങോട്ട് പോണത് ആ വഴിയൊക്കെ ചുറ്റേണ്ടി വരുമല്ലോ. നീ ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ല അതിനുണ്ട്? അഴീക്കോടാണോ? എനിക്കറിയില്ല. ആ അതന്നെ, മുനമ്പം അപ്പുറം അഴീക്കോടാണ്. പക്ഷേ അതാണ് അഴീക്കോട് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ആ അഴീക്കോട് തൃശ്ശൂർ ജില്ല. ഇത് ബോർഡറായിട്ട് വരും. ഫ്രണ്ട്സ്, ഇപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ മനസ്സിലായി അവിടെ അത് അഴീക്കോട് ബീച്ച് തന്നെ ഉണ്ടാകും. നമുക്ക് ഇവിടെ നിന്നൊരു 4.5 കിലോമീറ്റർ അവിടെ ചുറ്റിയാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. പോണം വെച്ചോടാ. ലേറ്റ് ആവണമെന്ന് പ്രശ്നമില്ല, മഴ പെയ്താലാ പ്രശ്നം. നോക്കാം. 1.5 മണിക്കൂറോ? 1 മണിക്കൂറോ? എടി അത് നീ നടന്നോണായിട്ടേക്കണ. ഞാൻ 4 കിലോമീറ്റർ 4 കിലോമീറ്റർ 1 മണിക്കൂർ. അത് നീ നടന്നു പോയിട്ട് നീ ബൈക്ക് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റുമോ ടൈം. എന്താ 4 മിനിറ്റ് മാപ്പില് നടന്നുകൊണ്ടെടുത്തിട്ടേ 4 കിലോമീറ്ററിന് 1 മണിക്കൂർ. ഞാൻ നോക്കിയപ്പോ 4 കിലോമീറ്റർ കാണിക്കുന്നുണ്ടായുള്ളൂ. ഫ്രണ്ട്സ്, പിന്നെ ഇവിടെ ഇത്തരത്തിൽ നടന്നു വന്ന ശേഷം ഇവിടെ അങ്ങോട്ട് കല്ലുകളാണ് കേട്ടോ. കല്ലുകൾ ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്ക്. പിന്നെ അവിടെ ഒരു ഫിഷിംഗ് നെറ്റ് ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് ഇറങ്ങണ സൈഡ് വരുന്ന വെച്ചാൽ ഇവിടെയാണ് ഫ്രണ്ട്സ്. അപ്പം ഞങ്ങളെ മൊത്തം കൺഫ്യൂഷനായി. ഇതുപോലെ 4 മിനിറ്റ് കാണിച്ചെന്ന് വെച്ചാൽ ഇവരിത് നീന്തിക്കിടക്കാൻ ദൂരമാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എന്നത് മനസ്സിലാവില്ല. പിന്നെ കാണിക്കുന്ന 4 കിലോമീറ്റർ പോകാൻ 26 മിനിറ്റ്, അതായത് അരമണിക്കൂർ. 4 കിലോമീറ്റർ അരമണിക്കൂർ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ വേണ്ടെന്ന് വെച്ച് ഇതും പ്ലാൻ ചെയ്ത് വന്നിരുന്നുണ്ട്. വെറുതെ അങ്ങനെ ഇറങ്ങിയത് കൊണ്ട് ചുമ്മാ ഒരു ഫ്രീ ഡേ. അപ്പോൾ ഇതൊന്ന് വ്ളോഗ് ചെയ്യാൻ നേരത്തെ ഫ്രണ്ട്സ്. അപ്പോൾ ഇത് നല്ലൊരു സ്പോട്ട് തന്നെ ഉണ്ടാവും. എന്തായാലും വന്നത് വെറുതെ ആയില്ല. നല്ലൊരു പോസിറ്റീവ് വൈബ്. ഇന്ന് പൊതുവെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. രാവിലെ മുതൽ വെറുതെ ഇവളുടെ കൂടെ വെട്ടിക്കുത്തിരിക്കണായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്ലാൻ വന്നത്. എന്തായാലും നല്ല അതെ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും തോന്നിയൊന്ന് പോവാം. എന്തായാലും കൊള്ളാട്ടോ, നല്ല സ്പോട്ട്. അത് എനിക്ക് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും അന്ന് കണ്ട ഒരു ഓർമ്മ. പക്ഷെ മാറി, പല കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി. നല്ലൊരു ഇപ്പം ഇരിക്കാനും ആൾക്കാർക്ക് എത്ര പേര് വന്നാലും അത്ര കൺജസ്റ്റഡ് ഫീൽ തോന്നാത്ത രീതിയിൽ അല്ലേ. നേരത്തെ വന്നിട്ട്
ഇവിടെ ഇപ്പം ആ കല്ലിൽ കൂടെ നടക്കൽ വേണ്ട, കുറച്ച് റിസ്ക് ആണ് ഇവളുടെ ഇത് വെച്ചാൽ. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കാന്ന് എഴുതിയത്. മേളിൽ കയറുന്ന പോലെയല്ല, ആ കല്ലുകൾ കുറച്ചൊരു പ്രശ്നവും കടല്ല. അത് നിനക്ക് ചിലപ്പോൾ ബാലൻസ് പെട്ടെന്ന് കിട്ടിയെന്നല്ല, മുമ്പത്തെ പോലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് ചാടാൻ അങ്ങനെയൊന്നും പറ്റൂല. ഒരു ആ കയറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കയറുന്ന റിസ്ക്കാണ്. കല്ലിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും അത് വേറെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാറ്റായിക്കൊണ്ടിരിക്കണം. ഇത് നല്ല കാറ്റാണ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേക്കും അങ്ങനെ ഒരു വ്ലോഗ് എടുത്ത് കളയാം ആ ഒരു പ്ലാനിൽ വന്നു. സൂര്യകിരണങ്ങൾ താഴേക്ക് ഇറങ്ങിയിരിക്കുന്ന പോലെ. അതെ ഫ്രണ്ട്സ്, ഇവിടെയാണ് ബീച്ചിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാലൊക്കെ കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ അവിടെ. അവിടെ അറ്റത്ത് കുളിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ കുറച്ച് റിസ്ക് ആയിട്ട് എനിക്ക് തോന്നണത്. വന്ന വഴി നമ്മൊരു കട നോട്ട് ചെയ്തിട്ടുണ്ട്. വന്ന വഴി അവിടെ ഒരു കട ഉണ്ട്, എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കിട്ടുമോന്നറിയില്ല, അവിടെ ഉണ്ടാന്നറിയില്ല. കട ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായി. ബോർഡ് ചെല്ലുമ്പോൾ കിട്ടുമെന്നറിയില്ല. കഴിക്കണ്ടെന്നാണ് കരുതി. പിന്നെ എന്തെങ്കിലും ചായ കുടിക്കാൻ തരും, ഒന്നുമില്ല ഈ ചായ കുടിച്ചിട്ട് പോവാം. ഫ്രണ്ട്സ്, ഈ ഷോപ്പ് വരുന്നത് ഇവിടെ തന്നെ. കപ്പയും മീനും ഉണ്ട്. ചേച്ചി ഒരു കപ്പയും ഒരു മീനും എടുത്തു. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. കപ്പ, കക്ക റോസ്റ്റ്, ഫിഷ് ഫ്രൈ, ഫിഷ് കറി എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി നടത്തണം, കഴിച്ചു നോക്കാം. കഴിക്കാലോ. കക്കറച്ചി കൂടെ വേണ്ടെന്ന് പറഞ്ഞു. യെസ്, കക്കറച്ചി വേണ്ടതുകൊണ്ടല്ലോ വാങ്ങാൻ. ഫ്രണ്ട്സ് അങ്ങനത്തെ കപ്പയും മീൻ കറിയും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നോ. ഫ്രണ്ട്സ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി കുറച്ച് കൂടുതലാണ്. ടേസ്റ്റ് ഉണ്ട്. മറ്റേ പോലി മീനാന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ മറ്റേ നമ്മൾ റോറോന്ന് കയറുന്ന ചേട്ടൻ പിടിച്ചില്ലേ, റോറോ കയറാൻ നിൽക്കുന്ന സമയത്ത് ചേട്ടൻ ചൂണ്ടായിട്ട് പിടിച്ചിരുന്നു. നീയല്ലായിരുന്നു, ശ്രീകുട്ടനായിരുന്നു. കൊള്ളാം ഫ്രണ്ട്സ്, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. കപ്പയും മീനും കഴിച്ച് അല്ലേ, നല്ല ഫുഡായിരുന്നു അല്ലേ. ഒരു ചെറിയൊരു സെറ്റപ്പ്, ഭയങ്കര ചെറിയ കട, ഒരു ചേച്ചി കിടന്ന ചെറിയ കട. അവിടെ കപ്പയും മീനും മാത്രമേ മെയിനായിട്ട് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. വേറെ ബോർഡൊക്കെ വെച്ചിട്ട് പക്ഷേ ഒന്നുമില്ല, ഇതാ ഉള്ളത്. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. വന്ന് കഴിച്ചതിൽ അടിപൊളിയാണ്. ഇവർ വന്നതുകൊണ്ട് ഇനി മഴയൊക്കെയല്ലേ, പുറത്ത് എന്തെങ്കിലും ചെറുതായിട്ട് ലേറ്റായിട്ട് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടായി. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടുത്തെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. ചുമ്മാ ഒരു മണിക്കൂർ നല്ല ഒരു പോസിറ്റീവ് ഫീൽ എൻജോയ് ചെയ്തു അല്ലേ. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും വന്നു. ഞാനൊരു പ്രാവശ്യം വന്നിട്ടുള്ളൂ, ഇതിന് മുന്നേ ഇതൊരു കസിൻ്റെ വീടെടുത്തുണ്ട്. പക്ഷെ ഇന്ന് കയറാൻ പറ്റും, ടൈമില്ല. ഇപ്പോൾ ഈ സമയം മഴയൊക്കെ പെയ്യുന്നില്ല. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ മുമ്പ് വന്നിട്ടുള്ളത്. അപ്പം പിന്നെ കുറേ ആൾക്കാർ ഇവളുടെ പിന്നെ വൈപ്പിൽ മൊത്തം നിറച്ച ആൾക്കാരാണ്. എൻ്റെ പിന്നെ 1-2 പേരേ ഉള്ളൂ. ഇങ്ങോട്ടങ്ങ് പോന്നു കഴിഞ്ഞാൽ ഓരോ വീട് കയറി ഇറങ്ങി പോരാ. ഇവിടെ ഫുള്ളുള്ള ആൾക്കാർ. ഇതിപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നിന്ന് മീൻസ് ഫോട്ടോ സൈഡിൽ നിന്ന് അങ്ങനെ പൊതുവെ ആൾക്കാർ ഈ ബീച്ചിലേക്ക് വരല് കുറവാണ്. മുനമ്പം ബീച്ച്, ചെറായി ബീച്ചിലൊക്കെ പൊതുവെ എല്ലാവരും വരാറുണ്ട്, കുഴിപ്പള്ളി വരാറുണ്ട്. പക്ഷേ മുനമ്പം അങ്ങനെ അധികം വരാറില്ല. അതുകൊണ്ടാണ് ചുമ്മാ വന്നപ്പോഴത്തേക്കൊരു ചെറിയൊരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാൻ നേരിടുന്നത്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ പോവല്ലോ, വെള്ളം കുടിച്ചോ. വെള്ളം കുടിക്കാനുള്ള